മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കില്ലേ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട ആണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. എല്ലാവർക്കും നമസ്കാരം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തു വന്നതിൽ പിന്നെ നിരവധി ആരോപണങ്ങളാണ് നടന്മാർക്കെതിരെ പല ജൂനിയർ ആർട്ടിസ്റ്റും വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു ആരോപണം അത് നമ്മുടെ കൊല്ലം MLA മുകേഷ്, അതേപോലെ ജയസൂര്യ, നന്മമരം, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു ഇവർക്കെതിരെ കടുത്ത ആരോപണവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മിനു മുനീർ. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മൾ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മിനു മുനീർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. മുകേഷൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു MLA ആണോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും. ഇയാളെയൊക്കെ പിടിച്ച് MLA സ്ഥാനത്ത് ഇരുത്തിയവരെ വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്താ പറയുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിലെടുത്ത് അന്വേഷണം വേണം. അന്വേഷിച്ചിട്ട് കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യണം. എന്തായാലും ഈ മിനു മുനീർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. കൂടുതൽ ലൊക്കേഷൻ വെച്ച് തന്നെയാണ്, അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇട വരുന്നില്ല. അപ്പം ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കില്ലേ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇന്നസെൻ്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, മിനു ഒരു കാര്യം ചെയ്യുക, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചില്ലേ, ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു, ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ചേട്ടൻ. അപ്പോൾ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുമെന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് AMMA അമ്മ എന്നൊന്നും പറയാനുള്ള AMMA എന്ന് പറയുന്ന സംഘടനയിൽ ചേരണമെങ്കിൽ കിടന്നു കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ മിനു മുനീർ അവരുടെ അനുഭവത്തിലൂടെ പുറത്തുവിടുന്നത്. കിടന്നു കൊടുത്താലേ സംഘടനയിൽ ചേരാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ മുകേഷ് അണ്ണനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരം വർത്തമാനങ്ങൾ ആ MLA എന്ന് പറയുന്ന വ്യക്തിയുടെ നാവിൽ നിന്നും വന്നത്. ഇയാളെയൊക്കെ MLA ആക്കി നിർത്തിയിരിക്കുന്ന കൊല്ലംകാരോട് വേണം പറയാനായിട്ട്. തൂക്കിയെറിയണം. അവനെയൊക്കെ എടുത്ത ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റണം അവനെയൊക്കെ, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ ഈ AMMAയിൽ എന്താ പറയുക, സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇൻട്രവൽ ബാബു, നമ്മുടെ ഇടവേള ബാബു ഇവരൊക്കെ കനിഞ്ഞാൽ മാത്രമേ ഈ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ജൂനിയർ ആർട്ടിസ്റ്റുകളോട് ഇത്തരം പ്രവർത്തികൾ ഇവർ ചെയ്യുന്നത്. പിന്നെ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലൊരു ആളായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ പല എന്താ പറയുക സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നന്മമരം ചമഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിച്ച് ഇത്തരം പ്രവർത്തികളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് ജയസൂര്യ. ഇപ്പോൾ അദ്ദേഹത്തിന് വേറൊരു പേര് വീണിട്ടുണ്ട്, ദ ടോയ്ലറ്റ് മാൻ. അതായത് ബാത്റൂമിൻ്റെ പരിസരത്തൊക്കെ വന്നുകൊണ്ട് ഇത്തരം കുലിസിത പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തി, ദ ടോയ്ലറ്റ് മാൻ ജയസൂര്യ. അപ്പോൾ മിനു മുനീർ ജയസൂര്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരെ താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര, ഹി വാസ് വെരി ഡീസൻറ്റ് ആൻഡ് വിസ് വെരി ജെന്യൂൻ പേഴ്സൺ ഹി വാസ്.
ബിക്കോസ് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ പുള്ളിക്കാരുടെ അടുത്ത്. അപ്പോൾ ഞാൻ വെച്ചാൽ പുള്ളിക്കാരുടെ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്, കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്, ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്കങ്ങനെ തോന്നിയല്ലോ ഇതെന്താ സംഭവം അങ്ങനെ. അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാനൊരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെന്ത് അപ്പോൾ പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ. അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്ന ഈ മിനു മുനീറിനെ ജയസൂര്യ കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തിരിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തി പൂണ്ട ഒരു ചെന്നായി എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. എന്തായാലും മിനു മുനീറിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഈ നന്മമരം ചമഞ്ഞിട്ടുള്ള നമ്മുടെ ടോയ്ലറ്റ് മാൻ ജയസൂര്യ എടേ വീട്ടിലൊരത്തിനെ കെട്ടിക്കൊണ്ടുവന്നിട്ടില്ലടേ, അങ്ങോട്ട് ചെയ്താൽ പോരെ. അപ്പോൾ അമ്മയിൽ സംഘടനയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സംശയം, ആണുങ്ങൾക്ക് സംഘടനയിൽ ചേരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രവൽ ബാബു, അതായത് ഇടവേള ബാബു, മണിയമ്പിള്ള രാജു. രണ്ടും നല്ല ഒന്നാം തരം കോഴികളാണെന്നാണ് മിനു മുനീർ പറഞ്ഞു വരുന്നത്. കോഴികൾ. അപ്പൊ താങ്കൾ എഎംഎംഐയുടെ സംഘടനാംഗത്വത്തിന് വേണ്ടി ആരെയാണ് സമീപിക്കുന്നത് ബിനു? ഇടവേള ബാബുവിനെ. ഓക്കെ, ഫോൺ വിളിക്കായിരുന്നോ നേരിട്ട് കാണുകയായിരുന്നോ? അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? ഫോം തരാൻ പറഞ്ഞു, നിന്നെ ഇങ്ങോട്ട് വാ, ഫോമിൽ സിഗ്നേച്ചർ ഇടണം, ഞാൻ ഇന്ന് തന്നെ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല, പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോ എന്ത് സംഭവിച്ചു? ചെന്നപ്പം എനിക്ക് ഫോം ഒക്കെ എടുത്തു തന്നു, ഇരിക്കാൻ പറഞ്ഞു, എന്തോ കുടിക്കാൻ എന്തൊക്കെയോ തന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നോണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു, ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. ഇടവേള ബാബു. ഇടവേള ബാബു. അപ്പോൾ ഇൻട്രവൽ ബാബു ആള് പണ്ട് കേമനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാബു സംഘടനയിൽ ചേരണമെങ്കിൽ ഫ്ലാറ്റിലേക്ക് ചെല്ലണം. ബാബുവിൻ്റെ ഫ്ലാറ്റിലേക്ക് ചെന്നാൽ മാത്രമേ സംഘടനയിൽ ഒപ്പിടാൻ സാധിക്കുള്ളൂ, ഫോമിൽ ഒപ്പിടാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ പേന ബാബുവിൻ്റെ ഫ്ലാറ്റിനകത്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് വിളിച്ചത്. തെറ്റിദ്ധരിക്കരുത്, മറ്റേ പരിപാടിക്കല്ല, തെറ്റിദ്ധരിക്കരുത്. പേന ഫ്ലാറ്റിനകത്തായിപ്പോയി. അപ്പം അവിടെ വന്നാലേ ഒപ്പിടാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, മനസ്സിലായില്ലേ? തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഇൻട്രവൽ ബാബുവിൻ്റെ ഫ്ലാറ്റിലേക്ക് നമ്മുടെ മിനു മുനീർ ചെല്ലുകയും ഒപ്പിടുന്ന സമയത്ത് ഒന്നുമില്ല, ഇവിടെ ഒരു കൊതുകിരിക്കുന്ന കണ്ട് കഴുത്തിൻ്റെ അവിടെ. അപ്പോൾ ഒന്ന് പുള്ളിക്കാരനൊരു തോന്നല്, ആ കൊതുകിനെ അങ്ങ് എടുത്ത് കളയണമെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ പറ്റിപ്പോയതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കയറി ഉമ്മ വയ്ക്കുമോ നമ്മുടെ ഇടവേള ബാബു, ഇൻട്രവൽ ബാബു, പരനാറി എന്ന് വേണം വിളിക്കാനായിട്ട്. ഇങ്ങനെ എത്ര പേരെ ഒപ്പിടിച്ചിട്ടുണ്ടാവുവൻ? എത്ര പേരെ ഒപ്പിടിച്ചിട്ടുണ്ടാവുവൻ? നിങ്ങൾ തന്നെ പറ. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം കെട്ടി വരുന്ന എത്ര പെമ്പിള്ളേരെ ഇതേപോലെയൊക്കെ ഫ്ലാറ്റിനകത്ത് വിളിച്ച് കയറ്റി ഒപ്പിടിച്ചിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കുക. ഈ മിനു മുനീർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇപ്പോഴല്ല, ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴല്ല പരാതിപ്പെട്ടിട്ടുള്ളത്. ഇതിന് മുന്നേയും ഇവർ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഇതൊന്നും ആളിക്കത്തിയില്ല. ഇപ്പോൾ ഇതൊക്കെ വീണ്ടും ആളിക്കത്താണ്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ഇതൊക്കെ ആളിക്കത്താണ്. ഇനി അടുത്ത മഹാൻ ബെൽ രാജു, അതായത് നമ്മുടെ മണിയൻ പിള്ള രാജു, ബെൽപിള്ള രാജു ഏകദേശം ഇതുപോലത്തെ ഒരു കോഴി എന്ന് വേണം വിളിക്കാനായിട്ട്. കോഴി വർത്തമാനം, കോഴിത്തരങ്ങൾ എന്നൊക്കെ വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ബെൽപിള്ള രാജുവിൽ നിന്നും നമ്മുടെ മിനുവിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അത് മിനു തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കേട്ടു നോക്കാം.
അന്നേരം ഞാൻ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ തനിയെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് എന്തോ സംസാരിച്ചിട്ട് അവരെന്തോ എന്തോ എന്തോ സംതിങ് കോൺസ്പിറസി നടന്നിട്ട് പറഞ്ഞ് മിന്നുവിന്റെ വണ്ടിയിലേക്ക് എന്റെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരൻ എന്റെ വണ്ടിയെ കയറിയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പരിചയപ്പെടുകയും എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ വന്നിട്ട് ട്രാക്ക് മാറി. അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല, ഒന്നുമില്ല. പുള്ളി പറയുന്ന കേൾക്കുന്നതല്ലാണ്ട് എനിക്ക് റൂട്ടും അറിയത്തില്ല. അന്നേരമാണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ല മിന്നുവിന്റെ ഹസ്ബൻഡ് എവിടെയാ? ഞാൻ പറഞ്ഞു ഗൾഫിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, തന്നെ എങ്ങനെ ജീവിക്കും, വളരെ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഡ്രൈവിംഗ് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവിടെ ബ്രേക്ക് ഇട്ട് ചവിട്ടിയാലോ നിങ്ങൾ ഓർത്ത് പോയി. കാരണം അതൊന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ രാജേട്ടാ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി. ഇപ്പം പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ ഭാര്യമാരിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് അവർക്ക് ടെക്നോളജിക്ക് പരമായിട്ടുള്ള വളരെ സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് പറയാം, അതെന്താ? ഞാൻ പറഞ്ഞു അത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി വേറെ വല്ലവരോടും പോയി ചോദിക്കാം, എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിർത്തി. അപ്പോൾ നമ്മുടെ മണിയമ്പിള്ള രാജുവിന് ഭയങ്കര സംശയമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ മിനു മുനീറിൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ നാട്ടിൽ ഏകാന്തമായി താമസിക്കുന്ന ഗൾഫുകാരൻ്റെ ഭാര്യ, അതാണ് നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയത്. അപ്പോൾ ഭർത്താവില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അങ്ങനെ മുതലായ ചോദ്യങ്ങൾ മിനു മുനീറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ തക്കതായ ഉത്തരം മിനു മണിയമ്പിള്ള രാജുവിന് കൊടുക്കുന്നുണ്ട്. ടെക്നോളജി വളർന്നു, അതായത് വേണ്ട സാമഗ്രികളൊക്കെ ഭർത്താക്കന്മാർ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ദുബായിക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കേണ്ട എന്നാണ് മിനു നമ്മുടെ മണിയമ്പിള്ള രാജുവിനോട് പറഞ്ഞത്. എന്നിട്ട് പോലും ആ പൊട്ടനത് മനസ്സിലായില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ബാക്കിയും കൂടി കേട്ടോക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഇത്ര സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡാത്തടിയ എന്ന ഡാത്തടിയ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഗായത്രി ആയിരുന്നു ആ സിനിമയിൽ. അപ്പൊ അവിടെ വെച്ച് ഈ രാജു ചേട്ടന്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പൊ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോറ് തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ലൊക്കേഷനിൽ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ അതിലൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല, പ്ലീസ് എന്ന് പറഞ്ഞു. അതിലില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ ഈ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നത്. ഓർഡർ വാതിന്മ വന്ന് മുട്ടും, വാതിൽ തുറന്നേക്കണം. നമ്മുടെ രാജുവണ്ണൻ്റെ ഓർഡറാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, കോഴി രാജു, മണിയമ്പിള്ള രാജു എന്നല്ല വിളിക്കേണ്ടവനാ, കോഴി രാജു. എൻ്റെ ബാക്കിയും കൂടി ഒന്ന് കേട്ടോട്ടെ. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി, ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല, ലാൻഡ് ഫോൺ അതിന്റെ വയറും ഞാൻ ഊരിട്ടു. ഡോറിൽ മുട്ടിയ നടൻ, ഡോറിൽ മുട്ടി. അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആഷിഖ് കപൂർ ആയിരുന്നു ഡയറക്ടർ, എന്ത് പരിപാടിയാണ് കണ്ടത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നീ കെട്ടി കുടുംബത്ത് കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ ഭാര്യയാണല്ലോ, വാതിൽമ വന്ന് മുട്ടുമ്പോൾ അപ്പം തന്നെ തുറന്ന് കാണിക്കാനായിട്ട്. എനിക്ക് പോടാ കോപ്പയോടെ, അല്ലാണ്ട് എന്താ പറയണത് തന്നെയൊക്കെ കുറിച്ച്. അപ്പോൾ കോഴിത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും ഇത്തരത്തിലുള്ള കോഴി വാർത്തകൾ വീണ്ടും വരും. നിരവധി ആർട്ടിസ്റ്റുകളാണ് ഇത്തരം ആളുകൾക്കെതിരെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ടോയ്ലറ്റ് മാൻ ജയസൂര്യ, ബെൽപിള്ള രാജു, ഇൻട്രവൽ ബാബു ആൻഡ് കോഴി മുകേഷ് MLA, ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇത് സത്യമാണെങ്കിൽ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. ഈ AMMA എന്ന് പറയുന്ന സംഘടനയിൽ മനുഷ്യത്വമുള്ളവരും അതേപോലെ തന്നെ സത്യസന്ധത ഉള്ളവരുണ്ടെങ്കിൽ ഇത്തരം പകൽമാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കീറി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സിനിമാ നടന്മാരുടെ കുൽസിത പ്രവർത്തികൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഒരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനിയും പല എപ്പിസോഡുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ മണിയൊക്കെ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഓക്കെ, ബൈ.